നമസ്കാരം. കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. മിമിക്രി വേദികളിൽ നിന്നും സഹസംവിധായകനായി മലയാള സിനിമാ ലോകത്തെത്തിയ താരമാണ് ദിലീപെന്ന് എല്ലാവർക്കും അറിയാം. തുടർ വിജയങ്ങളുടെ കാര്യത്തിൽ മറ്റേതൊരു നടനേക്കാളും വലിയ നേട്ടങ്ങളുള്ള ദിലീപ് സിനിമാ സംഘടനകളിലും അതിശക്തമായി മാറി. ഇതിനിടയിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതി ചേർക്കപ്പെടുന്നത്. തുടർന്നുണ്ടായ വിവാദങ്ങൾ താരത്തിന്റെ വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ദിലീപിന്റെ 150ാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി മെയ് 9 തിയേറ്ററുകളിലെത്തും. നവാഗതനായ വിനോദ് സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ളവരാണ് മറ്റു താരങ്ങൾ. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപിന്റെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തുടർ പരാജയങ്ങൾക്ക് ശേഷം എത്തുന്ന ഈ ചിത്രത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ദിലീപ് ആരാധകർ നോക്കിക്കാണുന്നത്. അതേസമയം സിനിമയുടെ പ്രൊമോഷന്റെ പരിപാടികളുമായി തിരക്കിലാണ് ഇപ്പോൾ ദിലീപ്. പ്രൊമോഷന്റെ ഭാഗമായി ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ വേദിയിലും ദിലീപ് എത്തി. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ദിലീപിനെ പരിപാടിയിൽ കൊണ്ടുവന്നതിൽ ഏഷ്യാനെറ്റിനും അണിയറ പ്രവർത്തകർക്കുമെതിരെ രംഗത്തെത്തിയത്. തന്റെ പുതിയ സിനിമയ്ക്കായി ക്ഷണിക്കാനാണ് താൻ എത്തിയതെന്നാണ് സ്റ്റാർ സിംഗർ വേദിയിൽ വെച്ച് ദിലീപ് പറഞ്ഞത്. ഇത്രയും കാലം എന്നെ വിശ്വസിച്ച് തിയേറ്ററിൽ പോയതുപോലെ ഈ സിനിമയ്ക്ക് പോകണമെന്നും ദിലീപ് അഭ്യർത്ഥിച്ചു. അതേസമയം ഷോയിൽ ദിലീപ് എത്തിയതിൽ കടുത്ത അതൃപ്തിയാണ് ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നത്. ഇയാളൊക്കെ എന്ത് കണ്ടിട്ടാണ് കൊണ്ടുവരുന്നതെന്നും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ഒരാളെ വിളിച്ചത് ആ പെൺകുട്ടിയെ അപമാനിക്കാനാണോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. ദിലീപിനോടുള്ള വിശ്വാസമൊക്കെ പണ്ടേ ഇല്ലാതായെന്നാണ് മറ്റൊരു കമന്റ്. ആ വിശ്വാസം സ്നേഹമൊക്കെ എന്നേ അവസാനിച്ചു. അന്നേ നിന്റെ പടങ്ങളൊക്കെ കാണുന്നത് നിർത്തി. മുടങ്ങാതെ സീസൺ 10 എല്ലാ എപ്പിസോഡും കാണുന്നതാ. ഏതായാലും ഇനി കാണുന്നില്ല, കാണാൻ തോന്നണില്ല എന്നായിരുന്നു വേറൊരു കമന്റ്. ചിത്രയൊക്കെ ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ചിത്രയൊക്കെ നല്ല വ്യക്തിയായി അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്നായിരുന്നു വേറൊരാളുടെ കമന്റ്. ദിലീപ് ഫീൽഡ് ഔട്ട് ആയില്ലേ? ആര് കെയർ ചെയ്യുന്നു? മഞ്ജു വാര്യർ ബുദ്ധിമതി. എത്ര കോടി കിട്ടിയ ഐഡിയ സ്റ്റാർ സിംഗറിന് ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. വേട്ടക്കാരൻ ആദരം ഇരയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കേസിലെ പ്രതിയാണ് ഇയാൾ. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം ദിലീപിന് അനുകൂലിച്ചുള്ള കമന്റുകളുമുണ്ട്. ദിലീപ് എന്തായാലും തിരിച്ചുവരവ് നടത്തുമെന്നാണ് നടന്റെ ആരാധകർ കുറിക്കുന്നത്. ചാനലുകളുടെ റേറ്റിംഗ് എല്ലാ അർത്ഥത്തിലും കൂട്ടിയ ആളാണ് ദിലീപ്. അയാളെ ആർക്കും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അതിജീവിതയെയും മഞ്ജുവിനെയും കൊണ്ടുവരാമെങ്കിൽ ദിലീപിനെയും കൊണ്ടുവരാം. കാരണം അയാളൊരു ഇരയാണ്, പലരുടെയും ദുഷ്ടതയുടെ ഇര എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. അന്നും ഇന്നും ചാനലുകളുടെ റേറ്റിംഗ് താരം ദിലീപ് തന്നെ. അത് അവർക്ക് നന്നായി അറിയാം സുഹൃത്തെ. ദിലീപ് മലയാള സിനിമാ ലോകത്തേക്ക് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചുവരും. കുടുംബ പ്രേക്ഷകർക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട താരമാണ് ദിലീപ്. അത് ചാനലുകാർക്കും നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് വിഷു പരിപാടിക്ക് തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചതെന്നിങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ്. അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു. സല്ലാപവും ജോക്കറും ഗ്രാമഫോണും അരികെയും അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ദിലീപ്. എന്നാൽ ദിലീപിന് അടുത്ത കാലത്തായി നല്ല സമയമല്ല സിനിമയിൽ. നടന്റേതായി പുറത്തെത്തിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ല. മിമിക്രിയിലൂടെയായിരുന്നു ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ അടുത്തിടെ കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത്. ഞാനൊരു നടനാണ് എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും. അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നലുണ്ടാകുന്നത്. 2 വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല. മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ്. എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ. അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത്. എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. എന്റെ ലോകം സിനിമയാണ്. അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു. എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ. വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത്? സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങൾക്ക് സിനിമകളാണ് ആശ്വാസമാകുന്നത്. നമ്മൾ നോർമലാകും, നമ്മൾ ചിരിക്കും. നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും. അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ്. വീണു കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ എനർജിയിലാണ്. പ്രേക്ഷകന്റെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജം. പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അന്നു മുതൽ ഇന്ന് വരെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് രാംലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. എന്റെ സിനിമ കാണരുതെന്ന രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാംലീല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറഞ്ഞിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി, ബബബ,
തുടങ്ങിയ ചിത്രങ്ങളാണ് നടന്റേതായി പുറത്തെത്താനുള്ളത്. വളരെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും ദിലീപും കാത്തിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടണ് എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രം മെയ് 9 തിയേറ്ററിലെത്തും. അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിനു ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത്. ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത്. ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു. സിദ്ദിഖ്, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, ജോസ് കുട്ടി, അശ്വിൻ ജോസ്, റോസ്ബത്ത് ജോയ്, പാർവതി രാജൻ, ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു. അതേസമയം കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണം എന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്നെന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. വിചാരണ അവസാന ഘട്ടത്തിലെത്തിയെന്നത് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനെതിരെ തുടർന്നാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്ന് ആവശ്യപ്പെട്ട് 4 വർഷം മുമ്പാണ് ദിലീപ് ഹൈക്കോടതി സമീപിച്ചത്. എന്നാൽ കേസിന്റെ വിചാരണയ്ക്കിടെ കോടതി ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേസിന്റെ നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. കേസ് ഏത് ഏജൻസിയെ അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ദിലീപിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അവസാന ഘട്ടത്തിലാണ്. അന്തിമവാദം പൂർത്തിയാക്കി ജൂണിൽ വിധി പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. 2017 ജൂലൈ 10 നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ദിലീപിനെതിരെ 19 തെളിവുകൾ ഉണ്ടായിരുന്നെന്നാണ് അന്ന് പോലീസ് പറഞ്ഞത്. അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും 85 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ ഒക്ടോബർ 3 ദിലീപ് ജാമ്യം ലഭിച്ചത്. അന്നു മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 50-ന് മുകളിൽ ഹർജികളാണ് നൽകിയത്. ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത്. ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി. പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്.